ഞാനൊരു 6 മാസങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട വളരെയേറെ കഴിവുകളുള്ള സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഞാൻ പറയുന്നത് ഒരു അത്ഭുത വ്യക്തിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എസ്പെഷ്യലി നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ കേട്ട് കാണും, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പലപ്പോഴും നമ്മൾ ഇന്ത്യക്കാർ ശാസ്ത്ര രംഗത്ത് വളരെ പിന്നോക്കമാണെന്ന് ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അഭിമാനം തോന്നിയ ഒരു കാര്യം, AIയെ ചികിത്സാ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് ഒരു ഹൃദയ രോഗ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജയപാൽ, അപ്പോൾ അദ്ദേഹം ഹൃദയാലയ ഹാർട്ട് ആൻഡ് റോബോട്ടിക് റിസർച്ച് സെൻറ്റർ എന്നുള്ള സ്ഥാപനം സ്ഥാപിച്ച് അതിൽ AIയെക്കുറിച്ച് റിസർച്ചുകൾ ചെയ്ത് അതിനെ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നമ്മൾ നൽകേണ്ടതാണ്. കാരണം നമ്മുടെ ചികിത്സാ രംഗത്ത് വളരെയേറെ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ ബിജിൻ, അദ്ദേഹം അരിസോണയിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ഒരു റിസർച്ച് സ്കോളറാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ AIയുടെ ഡെവലപ്മെൻറ്റ്, അതും നമ്മുടെ ചികിത്സാ രംഗത്ത് എത്രയുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ ചില റെഗുലേഷൻസൊക്കെ വരേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഡോക്ടർ ജയപാലിനെയും അതേപോലെ തന്നെ ഈ AI എഞ്ചിനീയറായ മനുവിനെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ നമസ്കാരം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഞാൻ പറഞ്ഞത് പരിമിതമായ കാര്യങ്ങളായിരിക്കും. ആദ്യം ഒന്ന് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഡോക്ടർ ജയപാൽ അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് എഡിനോറ പ്രഭാകരന് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കി പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി ഒരു ബോധവൽക്കരണം നടത്തുന്ന ഒരു പ്രക്രിയ ചെയ്തതിന് നന്ദി മദ്യം പറയാം. താങ്ക് യു. ഇനി ഞാൻ ഡോക്ടർ ജയപാൽ, ഹൃദയാലയ ഹാർട്ട് ആൻഡ് റോബോട്ടിക് റിസർച്ച് സെൻറ്ററിൻ്റെ ഡയറക്ടറും, മൈ സൺ ജയദീപ് ഹു ഈസ് എ റിസർച്ച് സ്കോളർ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ 2 വ്യക്തികളാണ് ഇതിൻ്റെ ഉടയന്മാർ. ഇതിന് ഫൗണ്ടറായിട്ട് നമുക്കൊരാളുണ്ട്, ദീപ്തി ജയപാൽ. നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റിങ്വിഷ്ഡ് പ്രൊഫസർ ഷർലി എലിസബത്തിൻ്റെ കാര്യം ഞാൻ മെൻഷൻ ചെയ്യാനായിട്ട് മറന്നുപോയി. അവരാണ് നമ്മുടെ ബാക്ക് ബോൺ. ആ ബാക്ക് ബോൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിസർച്ച് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ വിട്ടുപോയതാണ്. പിന്നെ എനിക്ക് ഒരു ജെനറ്റിക് എന്ന് പറഞ്ഞ റിസർച്ച് സെൻ്റർ ഉണ്ട്. അതും ഞങ്ങളുടെ ഒരു സെക്കൻഡറി ബാക്ക് ബോണാണ്. ഡോക്ടർ ദിനേശ് റോയ്. ഡോക്ടർ ദിനേശ് റോയ്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ജീൻസുകളുണ്ട്, ജീൻസിനെ സ്റ്റഡി ചെയ്യുന്ന ലാബ് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഈ ഒരു കൂട്ടായ്മയും കൂടെ നടക്കുകയുള്ളൂ. മനുവിനെ ആകസ്മികമായി പരിചയപ്പെട്ടൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മദറിൻ്റെ ഒരു ഹെൽത്ത് ആസ്പെക്റ്റുമായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ്? അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ ആക്ടിവിറ്റിയായിട്ട് സഹകരിച്ച് പോകാൻ പറ്റിയ ഒരാളാണെന്ന് തോന്നിയിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു, യു ആർ എ ഗുഡ്, ബിക്കോസ് ഹീ ഈസ് എക്സ്പെർട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ് ആൻഡ് ഡീപ്പ് ലേണിംഗ്, എവറിഥിങ്. സോ ഐ തോട്ട് ഹീ ഈസ് എ ഗുഡ് ഹെൽപ്പർ ഫോർ മീ. ആൻഡ് എൻ്റെ റോബോട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞ് ആ റോബോട്ടിനെ ഒരു ഷേപ്പാക്കി എടുക്കണമെങ്കിൽ ഒരു ഡോക്ടർക്ക് പറ്റത്തില്ല. ഡോക്ടറുടെ ജോലി മനുഷ്യനെ ഷേപ്പാക്കുക എന്നുള്ളതാണ്. റോബോട്ടിനെ ഷേപ്പാക്കണമെങ്കിൽ ഒരു സിംഗുലാരിറ്റി വേണം. വട്ട് ഈ സിംഗുലാരിറ്റി മീൻസ് ഒരു ഫ്യൂഷൻ വേണം വിത്ത് AI ട്രെയിൻഡ് അല്ലെങ്കിൽ AI എഞ്ചിനീയർ ആൻഡ് മെഡിക്കൽ എക്സ്പെർട്ട്. അപ്പോൾ ആ ഫ്യൂഷനിലാണ് ഈ റോബോട്ട് എന്ന് പറഞ്ഞാൽ ലിയ ജനിച്ചത് തന്നെ. ആ ജനിച്ച റോബോട്ടിനെയാണ് ഞാൻ നിങ്ങളുടെ എഡിനോറ പ്രഭാകരൻ്റെയും എൻ്റെ ഒരു പേഷ്യൻ്റെയും, തങ്കച്ചിയാണെന്ന് തോന്നുന്നു പേഷ്യൻ്റ് അല്ലേ, തങ്കച്ചിയുടെയും ബയോമെട്രിക്സ് ആ ലിയ സെക്കൻഡ്സുകൾ കൊണ്ട് എടുത്തു തരികയാണ് ചെയ്യുന്നത്. സാധാരണ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവരുടെ ഹൈറ്റ്, വെയ്റ്റ്, ബോഡി സർവീസ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഫോർമുല അപ്ലൈ ചെയ്യണം, ചുമ്മാ കിട്ടത്തില്ല. ചിലപ്പോൾ നമുക്ക് അതിൻ്റെ മെഷീനിൽ തന്നെ വരും BMA ഒക്കെ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഇതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ്, വാട്ടർ കണ്ടൻറ്റ് ഇതെല്ലാം നമുക്ക് സെക്കൻഡ്സ് കൊണ്ട് ഡേറ്റാബേസ് ഫയലിലേക്ക് ആക്കി തരാനുള്ള ഒരു സഹായം ചെയ്തത് എൻ്റെ മനുവാണ്. എഞ്ചിനീയറിംഗ് തന്നെ ഐ ഡിഡ് സിഗ്നൽ പ്രോസസ്സിങ്ങിൽ PG ഒക്കെ ചെയ്തിട്ട് കുറച്ച് കാലം ഐ വാസ് എൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇവിടെ പഠിപ്പിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞാണ് വി ആർ ഗെറ്റിംഗ് ഇൻട്രസ്റ്റഡ് ഇൻ റിസർച്ച്. അപ്പം AI വാസ് ഓൺ റൈസ്. 2012 മറ്റേ അലക്സ്നെറ്റ് അങ്ങനെയൊക്കെ പല ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വന്നു. അപ്പം ഐ ഹെഡഡ് ഫോർ US. അവിടെയാണ് എൻ്റെ മെയിൻ ഹബ് എന്നുള്ള കാരണം. അവിടെയാണ് എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത്. ഇപ്പോൾ മനു USA തിരിച്ചു വന്നിട്ട് ഇപ്പോൾ എത്ര കാലമായി? 1 year. പണിയാൻ. ഈ
1 ഇയർ കാലഘട്ടത്തിന് മുമ്പ് അവിടെ ചികിത്സാ രംഗത്ത് AI-ക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റ് കണ്ടിരുന്നോ? ഓഫ് കോഴ്സ് ഇൻ ക്ലീവ്ലാൻഡ് ക്ലിനിക്ക് പോലെ ചില ഏരിയാസിലൊക്കെ റോബോട്ടിക് സർജറി ഒക്കെ നടക്കുന്നുണ്ട്. അല്ല, റോബോട്ടിക് സർജറി വളരെ കാലമായിട്ടുണ്ട്. അതങ്ങനെയല്ല, നമ്മുടേത് റോബോട്ടിക് സർജറി അല്ലല്ലോ. നമ്മുടേതെന്ന് പറഞ്ഞാൽ സെൽഫ് ലേണിംഗ് ആണ്. അതായത് ഡയഗ്നോസിസ് ആണ്. അത് എന്തെങ്കിലും അത് വലിയ എക്സ്റ്റെൻസീവ് ആയിട്ട് വന്നിട്ടില്ല. സ്റ്റിൽ ഇൻ ഏർലി ഫേസിലേ ഉള്ളൂ. മെനി ഫാക്ടേഴ്സ് ഉണ്ട്. മെയിൻലി റിസർച്ചിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ മാത്രം പോരാ. അതിന് വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം ദർ ഷുഡ് ബി ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ ദേ നീഡ് ടു അപ്രൂവ്. ഒരുപാട് ബാരിയേഴ്സ് കടന്നു വേണം ഒരു റിസർച്ച് നടക്കാൻ. അപ്പം ഫണ്ടിങ് ഒരു വൺ ഓഫ് ദി ആസ്പെക്ട്സ് ആണ്. പിന്നെ ഒരുപാട് ലീഗൽ ഇതുണ്ട്, ആളുകളുടെ എത്തിക്സ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ആസ് ലോങ് ആസ് നമ്മൾ ഈ അതിൻ്റെ ബോഡി കൂടും തോറും, ഫോർ എക്സാമ്പിൾ വലിയ വലിയ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ റിസർച്ച് സെൻറ്റേഴ്സ് ഡെക്കേഡ്സ് ആയിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഒരുപാട് ആളുകളുടെ അഭിപ്രായവും ഇതുമെല്ലാം കടന്നു വേണം. ഈവൻ ടോപ്പ് മോസ്റ്റ് പൊളിറ്റിക്കൽ ഇത് തന്നെ കടന്നൊക്കെ ആയിരിക്കും വരേണ്ടി വരുന്നത്. അപ്പം അത് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇന്ത്യയിൽ ആ കാര്യത്തിൽ കുറച്ചൊക്കെ ലീനിയൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരാദ്യം ആകെ ദേ ആർ എംഫസൈസിങ് ജസ്റ്റ് ഓൺ എത്തിക്സ്. മീൻസ് ആളുകൾക്ക് ദോഷം ഉണ്ടാവരുത്, സൊസൈറ്റിക്ക് ദോഷം ഉണ്ടാവരുത് എന്നുള്ള മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ വേറെ പല കൺട്രീസിലും ആക്ച്വലി അതിനേക്കാളും റെസ്ട്രിക്ഷൻസും ഉണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ. അപ്പം കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ആക്ച്വലി കുറച്ചൊരു ഫ്രീഡം ഉണ്ട് ആളുകൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പല സ്ഥലങ്ങളെക്കാളും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇന്ത്യയിൽ കുറച്ചും കൂടെ അതിന് ആളുകൾക്ക് അട്രാക്റ്റഡ് ആയിട്ടും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റുന്നത് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ, ഈ ഹൃദ്രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് സിസ്റ്റമിക് ഡിസീസ്, ജനറൽ ഡിസീസ്, അപ്പോൾ ഇതെല്ലാം തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് ഫുൾ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതെല്ലാം തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണെന്നുള്ളത് നമുക്ക് അവിടെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ AI വന്നാൽ ഇതിന് ഏത് രീതിയിലാണ് നമുക്ക് മുന്നേ തിരിച്ചറിയാൻ കഴിയുന്നത്? ഏത് രീതിയിൽ ഹെൽപ്പ് ചെയ്യും? പ്രഭാകരൻ്റെ ഈ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ ഒരു വലിയ പ്രയാസമാണ് ആൻസർ ചെയ്യാൻ. പക്ഷെ ഞാൻ എൻ്റെ ഐഡിയ വെച്ചുകൊണ്ട് പറയാം. ഒരു രോഗി ആദ്യം വരുമ്പോൾ നമ്മുടെ ഒരു റോബോട്ടിക് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ വെയറബോട്ട്സ് എല്ലാം ആദ്യം എടുക്കണം. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്, ഏത് സ്ഥലത്തുനിന്ന് വരുന്നതാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥലം ഗ്രാമപ്രദേശത്താണോ മറ്റേ സിറ്റിയിലാണോ അല്ലെങ്കിൽ നഗരപ്രദേശത്താണോ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്നുവെച്ചാൽ എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ് എടുക്കാനാണ്. അത് റോബോട്ടിക്സിൻ്റെ ഒരു ഭയങ്കര ഒരു ഡിസൈഡിങ് ഫാക്ടറാണ്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്. ഇംഗ്ലീഷുകാരനാണെങ്കിൽ അവന് പ്രത്യേക ചികിത്സയാണ് കൊടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ജീനും മലയാളിയുടെ ജീനും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോഡി സ്ട്രക്ചർ തന്നെ എൻറ്റയർലി ഡിഫറൻ്റാണ്. 6-7 അടി പൊക്കം കാണും അമേരിക്കക്കാരന്. ഇന്ത്യക്കാരൻ്റെ ഹൈറ്റ് തന്നെ 5 അടിയും 5.6 വരുള്ളൂ. അപ്പോൾ ഇവരുടെ ബോഡി മാസ് ഇൻഡെക്സിൻ്റെ വ്യത്യാസമാണ്. ഞാൻ ആദ്യം എൻ്റെ റോബോട്ടിനെ BMI ചെയ്യാനായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. BMI കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ബിൽഡപ്പ് സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് പിടികിട്ടി. ആ സ്ട്രക്ചർ നമ്മുടെ ഈ മെഡിസിനുമായിട്ട് ത്വരിതപ്പെടുത്ത് പോകുമെന്ന് അറിയാൻ വേണ്ടിയാണ് BMI കണ്ടുപിടിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ അടുത്തത് അദ്ദേഹം സ്ത്രീയാണോ പുരുഷനാണോ എന്ന് അറിയാം. റോബോട്ട് ഒരു മെഷീനാണ്. അദ്ദേഹത്തിൻ്റെ പുരുഷൻ ഏതാണ് സ്ത്രീയാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിക്കും. അപ്പോൾ സ്ത്രീകൾ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം അദ്ദേഹം ഒരു മൈൽഡ് ലീവിലേക്ക് കൊണ്ടുവരും. പുരുഷനാണെങ്കിൽ വളരെ ഹൈ റിസ്ക് കാറ്റഗറി കൊണ്ടുവരും. ഇത് കഴിയുമ്പോൾ അദ്ദേഹം ഏജ് ചോദിക്കും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളുടെ മെഡിസിനും വയസ്സായവരുടെ മെഡിസിനും മധ്യവയസ്കരുടെയും മെഡിസിനും തമ്മിൽ വലിയ ഡോസിങ്ങിന് വ്യത്യാസം വരും. അപ്പോൾ അതും ചോദിച്ച് കഴിയുമ്പം ബേസിക് പാരാമീറ്റേഴ്സ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ നമ്മൾ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ ഫാറ്റ് എത്രയുണ്ട്. ഫാറ്റാണ് ഏറ്റവും അധികം ഉപദ്രവകാരികൾ. അത് കഴിഞ്ഞിട്ട് ജലാംശം എത്രയുണ്ട്, ലവണങ്ങൾ എത്രയുണ്ടെന്നെല്ലാം കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ദിസ് ഈസ് കോൾഡ് ബേസിക് ബയോമെട്രിക്സ് തന്നാൽ ആ ഡേറ്റയും കൊണ്ട് എൻ്റെ അടുത്ത് വരും. ഇതൊരു പ്രിലിമിനറിയാണ്. ഇപ്പോൾ ഒരു ശൈശവാവസ്ഥയിൽ കിടക്കുകയാണ് ഈ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതിനെ കൊച്ചുകുട്ടികളിൽ, അതായത് 5ാം ക്ലാസ് തൊട്ട് ഇത് ബോധവൽക്കരണം നടത്തി സിലബസിൽ എന്താണെന്ന് കൊണ്ടുവന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും ഇത് കടന്നു കയറിയെങ്കിൽ മാത്രമേ ഇതിനെപ്പറ്റി നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഇറങ്ങിയ ടെക്സ്റ്റ് ബുക്കിൽ ഞാനൊരു കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്തപ്പം അതിൽ 240 പേജ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയാണ് ആ ബുക്കിൽ കാണുന്നത്. അത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. റോബോട്ടിക്സ് ആ പുസ്തകം അവിടെ ഇരിപ്പുണ്ട്. അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി മാത്രം ഒരു 140 പേജ്. ഞാൻ ആലോചിച്ച് ഇത്രയും ഡോക്ടർമാർ ഇതിനെപ്പറ്റി പഠിച്ചു തുടങ്ങിയോ. ഞാൻ ആ കോൺഫറൻസിൽ പ്രസൻറ്റ് ചെയ്യാൻ പോയപ്പോൾ ആ പുസ്തകം വായിച്ച് ഞെട്ടിപ്പോയി.
ആളുകളുടെ ഇടയിൽ ബുദ്ധി ഇത് വന്നു കഴിഞ്ഞ് റോബോട്ടിക്സും. അവിടെ എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട്, ഇത് നമ്മുടെ സിലബസിൽ വന്നതാണോ അത് ഔട്ട്സൈഡിലുള്ള? ഔട്ട്സൈഡ് സിലബസിൽ വന്നിട്ടില്ല ഇതുവരെ. അത് വരാനായിട്ടുള്ള ശ്രമമാണ് ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോണത്. ഗവൺമെൻറ്റിൽ ഇൻഫ്ലുവൻസ് നടത്തി ഇത് 5ാം ക്ലാസ് തൊട്ട് എന്താണ് AI, എന്താണ് മെഷീൻ ലേണിംഗ്, എന്താണ് ഡീപ്പ് ലേണിംഗ്, ഓരോ മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാം. മെഷീൻ ലേണിംഗ് എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ പറയണം. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റകളെ എല്ലാം എടുത്ത് മെഷീൻ എടുത്ത് കൊടുക്കുന്നു, മെഷീൻ അത് ലേൺ ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. അത് പറയാമെങ്കിൽ കുട്ടിക്ക് 5 മാർക്ക് കൊടുക്കാം. രണ്ടാമത് ഡീപ്പ് ലേണിംഗ് എന്താണ്? ഇമേജിനെ കൊടുക്കുന്നു, ജയപാൽ ഡോക്ടറുടെ ഫേസ് കൊടുക്കുന്നു, അദ്ദേഹം ജയപാൽ ഡോക്ടറാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഡീപ്പ് ലേണിംഗ് വേണം. അത് ഒരു എക്സാമ്പിൾ, ഒരു കണക്ക് 10 10 എത്ര എന്ന് പറയുമ്പോൾ അവൻ 20 പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ അതിനെ ഫിഗർ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഡീപ്പ് ലേണിംഗ്. ആൻഡ് ഫൈനലി കമ്പ്യൂട്ടർ വിഷനും ഉണ്ട്. ഈ 3ഉം കൂടെയാണ് ഇപ്പം ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി ഒരു ആമുഖം ഞാൻ തന്നു കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡോക്ടർ, ഈ ശസ്ത്രക്രിയ രംഗത്ത് നമ്മളിപ്പോൾ AI കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ റോബോട്ടിക്സ് കൊണ്ടുവരികയാണ്. ഇപ്പോൾ നമ്മുടെ സാധാരണക്കാരുടെ ഒരു സംശയമാണ്. അപ്പോൾ റോബോട്ടിക്സ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഈ ഡോക്ടേഴ്സും ഈ റോബോട്ടിക്കും തമ്മിൽ എവിടെയാണ് ആ സിങ്ക് ചെയ്ത് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യന് 2 കൈയേ ഉള്ളൂ. റോബോട്ടിന് 360 ഡിഗ്രി ചലിക്കുന്ന കൈകളുണ്ട്. മുകളിൽ നിന്നും 90 ഡിഗ്രി, 30 ഡിഗ്രി, 40 ഡിഗ്രി, 45 ഡിഗ്രി ഇങ്ങനെ തിരിച്ചുകൊണ്ട് നമുക്ക് ആ ട്യൂമർ എവിടെ ഇരിക്കുന്നത് കണ്ടുപിടിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഡോക്ടർ മെസ്സേജ് കൊടുക്കണം. റോബോട്ടിനൊന്നും ചെയ്യാൻ പറ്റില്ല. റോബോട്ടിക്സിന് ഒരു പാവയായിട്ട് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി ഫ്രം ഡോക്ടേഴ്സ് മൈൻഡ്. ഒരു ഡോക്ടർ ഇല്ലാതെ ഈ റോബോട്ടിക് വിജയിക്കില്ല. അതുകൊണ്ട് ഹീ ഈസ് ദ പ്രൈമറി കമ്പോണൻറ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഈ മെഷീൻ പ്രവർത്തിക്കും, അതേ ഉള്ളൂ. അല്ലാതെ റോബോട്ടിന് അത് വരാനുള്ള സ്റ്റേജുകൾ ഇനി വരുന്നുണ്ട്. ഹീ വിൽ ടേക്ക് ദ ഡിസിഷൻ ആൻഡ് അത് നമ്മൾ അനുവദിക്കാതിരിക്കുകയാണ്. അതിനാണ് കൺട്രോൾ വേണമെന്ന്. ദിസ് ഇസ് കോൾഡ് റെസ്പോൺസിബിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. അത് സമൂഹത്തിലല്ല, ഈ റോബോട്ടിൻ്റെ ഒരു ചോദ്യം നിന്നെ ഏൽപ്പിക്കുന്ന പണിയെ ചെയ്യും, അല്ലാതെ അപ്പുറത്ത് പോകാൻ പാടില്ല. അതാണ് കൺട്രോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇപ്പം നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നത്. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പുള്ളി വെട്ടി നിരത്തും. അപ്പോൾ ഹൂ ഈസ് റെസ്പോൺസിബിൾ എന്നുള്ള ക്വസ്റ്റ്യൻ വരും. വെദർ the AI is responsible or the robot, the doctor using artificial intelligence is responsible എന്നുള്ള ക്വസ്റ്റ്യൻ ജനം ചോദിക്കും. അപ്പോൾ അവർ റോബോട്ടിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കോടതി ശിക്ഷിച്ച് ജയിലിടാൻ പറ്റത്തില്ല, ഡോക്ടറെ ഇടാനും പറ്റില്ല. ഡോക്ടറെ ഞാനല്ല ഉണ്ടാക്കിയത്, മെഷീനാണെന്നൊക്കെ ചെയ്തത്. ഇങ്ങനെ 2 പേരും തമ്മിൽ ഒരു കൊളാബറേഷൻ നടന്നില്ലെങ്കിൽ ഇതിനൊരു എത്തിക്സ് പ്രിൻസിപ്പിൾ ഇല്ലാതെ. അതുകൊണ്ട് ഐ തിങ്ക് AI ഈസ് റിയലി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. പക്ഷേ നമുക്ക് കുറ്റം ചുമത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു വലിയ ചലഞ്ചായിട്ട് നമ്മൾ എടുക്കണം. അതിൽ ജനറ്റിക്കിന് ഒരു വലിയ റോളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ജനറ്റിക്, എൻവയറമെൻ്റൽ, ലൈഫ് സ്റ്റൈൽ, ഈ 3 ഫാക്ടറും അസസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോബോട്ടിക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഉപയോഗിച്ച് രോഗം തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഡോക്ടർ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. എങ്കിലും ഈ ആരോഗ്യ സംരക്ഷണ രംഗത്ത് നമ്മൾ AI ഉപയോഗിക്കുമ്പോൾ അവിടെ ഈ എത്തിക്സ്, അതായത് ധാർമ്മികത എന്ന് പറയുന്നത്, അതിനെ നമ്മൾ ഏത് രീതിയിൽ പരിഹരിക്കും? ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് ധാർമ്മികതയ്ക്ക് ഒരു റോളും അവിടെ ഇല്ല. കാര്യം നമ്മൾ ഡോക്ടർ പറയുന്ന ജോലി അവൻ ചെയ്യും. ഒരു BP എടുക്കുക എന്ന് പറഞ്ഞാൽ BP എടുത്ത് തരും. പൾസ് നോക്കാൻ പറഞ്ഞാൽ പൾസ് എടുത്ത് തരും. ഓക്സിജൻ നോക്കാൻ പറഞ്ഞാൽ ഓക്സിജൻ എടുത്ത് തരും. മരുന്ന് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞാൽ മരുന്ന് കൊടുക്കും. പക്ഷേ അദ്ദേഹത്തിനൊരു സെൻറ്റിമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്ന സാധനം ഇല്ല. കാര്യം ഒരാൾ പറയണേ, അയ്യോ എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നേ, ഒരു മരുന്ന് താ എന്ന് പറഞ്ഞാൽ റോബോട്ട് നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അവിടെയാണ് സെൻറ്റിമെൻ്റൽ അനാലിസിസ് വേണ്ടത്. അതിന് ഈ ഡേറ്റ പേഷ്യൻറ്റിൻ്റെ സൗണ്ടിനെ അവൻ അനലൈസ് ചെയ്യും. അയ്യോ എനിക്ക് വേദന, എവിടെ വേദന, അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുക. ഇന്നടുത്ത് ഇടതുഭാഗത്ത് വേദന, അത് ഹാർട്ട് അറ്റാക്കാണ്, സോർബിട്രേറ്റ് കൊടു എന്നുള്ള രീതിയിൽ ഈ റോബോട്ടിനെ കൊണ്ടുവരാനാണ് നമ്മുടെ ശാസ്ത്ര സമൂഹം ചിന്തിക്കുന്നത്. അതിന് ആ സ്റ്റേജ് എത്തിയിട്ടില്ല. ഇന്ത്യയിലല്ല, വേൾഡിലൊരിടത്ത് എത്തിയിട്ടില്ല. അതിന് നമ്മൾ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയും റിസർച്ച് കുറച്ച് മനുവെ പോലുള്ള ബുദ്ധിജീവികളെ എനിക്ക് കൊണ്ടുവന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെൻറ്റിമെൻ്റൽ അനാലിസിസ്, സെൻറ്റൻസിനെ വിശകലനം ചെയ്യും, വേർഡ്സ് ആക്കും, വേർഡ്സിനെ വെച്ചിട്ട് ടോക്കണൈസ് ചെയ്യും, ടോക്കണായിട്ട് ഉപയോഗിക്കും. ACI എന്താണെന്നുള്ള അവനെ പറഞ്ഞ് മനസ്സിലാക്കും. A എന്ന് പറയുമ്പോൾ അടുത്ത ലെറ്റർ എന്താണെന്നുണ്ട് റോബോട്ട് തന്നെ തിരിച്ചിട്ട് A എന്ന് കൊടുക്കുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് നെക്സ്റ്റ് സെൻറ്റൻസ് അവൻ പ്രെഡിക്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള സംവിധാനത്തിന് നമ്മൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സോഫാർ സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ നല്ലൊരു ചോദ്യമാണ്. പലർക്കും ഇത് അറിയേണ്ട ആവശ്യമുണ്ട്. ഓക്കെ.
ശരി. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികളും രക്ഷകർത്താക്കളും ഒക്കെ, അപ്പോൾ നമ്മുടെ കുട്ടികളെ അടുത്ത വിദ്യാഭ്യാസത്തിലേക്ക് വിടുമ്പോൾ നമുക്ക് മുമ്പ് ഈ നാനോ ടെക്നോളജിയിലേക്ക് നമ്മൾ പോയിരുന്നു. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു ടെക്നോളജിയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ഇതിലേക്കൊക്കെ അവബോധം കൊടുക്കുകയും അവരൊക്കെ ഈ രംഗത്തേക്ക് കടന്ന് വരികയും ചെയ്യണം. പക്ഷേ എല്ലാ രംഗത്തും നമുക്ക് ആൾക്കാരെ ആവശ്യമാണ്, അല്ലാണ്ട് ഒരു ഭാഗം വിട്ടിട്ടല്ല നമ്മൾ ചെയ്യാനുള്ളത്. ഇതിനോട് താല്പര്യമുള്ള കുട്ടികളെ അതിലേക്ക് ഉപയോഗിക്കണം. അപ്പോൾ നമ്മുടെ ഈ AI ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ടാലൻറ്റ് എന്താണെന്ന് നമുക്ക് AI വെച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. കാര്യം അവർ നമ്മുടെ ഡേറ്റ കൊടുക്കുന്നതനുസരിച്ചിരിക്കും. ഇത് ഒരു 10,000 ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടാനുകോടി ഡേറ്റകൾ നമ്മുടെ ഇതിൽ കിടപ്പുണ്ട്. ഈ ബിഗ് ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്, അതാണ് ബിഗ് ഡേറ്റ. ആ ഡേറ്റയിൽ കൊച്ചുകുട്ടികൾ അവർ ജനിക്കുമ്പോഴുള്ള അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ ജനറ്റിക് ആസ്പെക്റ്റുകൾ, അവർ വളർന്നു വരുന്ന രീതികൾ, അവരുടെ ആഗ്രഹങ്ങൾ എന്തെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഡേറ്റ അതിനകത്ത് കൊടുക്കണം. ഇപ്പോൾ എനിക്ക് ഡോക്ടർ ജയപാലാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ റോബോട്ടിക്കിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം ചോദിക്കുന്നത് ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിക്കും. അപ്പം നമ്മൾ 70 വയസ്സുള്ള ആളാണ്. ആ സമയത്ത് എനിക്ക് ഡോക്ടർ ആവണമെന്ന് പറയാനായിട്ട് പറ്റില്ല. അതിന് അവൻ്റെ അടുത്ത് നമ്മൾ ആദ്യത്തെ ഹിസ്റ്ററി ചോദിക്കും, വാട്ട് ഈസ് യുവർ ഏജ്. ഇപ്പോൾ ഏജ് 20 ആണെങ്കിൽ നമ്മൾ അവനെ ഉടനെ ആ യങ്ങർ ഏജിലേക്ക് കൊണ്ടുവന്നിട്ട് ചോദിക്കും, വാട്ട് ഈസ് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, SSLC, വാട്ട് ഈസ് യുവർ പെർഫോമൻസ് അറ്റ് SSLC ലെവൽ. അതെല്ലാം അവൻ ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ SSLC ഡിസ്റ്റിങ്ഷൻ A+ ഉള്ള ആളാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു ബുദ്ധിജീവിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഏത് പ്രൊഫഷൻ, എനിക്ക് മെഡിക്കൽ പ്രൊഫഷൻ പോകണോ, എഞ്ചിനീയറിംഗ് പോകണോ, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ പോകണോ, പൊളിറ്റിക്കൽ ലെവലിൽ പോകണോ, അതാ ഒരു ഹാർഡ് വർക്കറായാൽ മതിയാന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഈ 5 കാറ്റഗറിയിൽ നമ്മൾ കുത്തണം. അപ്പോൾ ആദ്യം പറയാണ്, എനിക്ക് ഡോക്ടറാകണം. അപ്പോൾ ഡോക്ടറാകുമ്പോൾ താങ്കളുടെ അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഡോക്ടറാവുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അകത്ത് വരും. അപ്പോൾ പറയും, എനിക്ക് പാവപ്പെട്ടവരെ ചികിത്സിച്ചേ പറ്റുള്ളൂ, എനിക്ക് എൻ്റെ മൈൻഡ് മുഴുകയും പാവപ്പെട്ട ആൾക്കാരുടെ ആരോഗ്യത്തെ കേന്ദ്രീകരിക്കാനാണ് എന്നുള്ള. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്തെങ്കിലും ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇതൊക്കെ നമ്മുടെ അഭിരുചി നോക്കാനാണ്. നിങ്ങൾ ക്യാമ്പുകളിൽ ഇപ്പോൾ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതിൽ തന്നെ അവൻ നെഗറ്റീവ് മാർക്ക് ഇട്ട് കഴിഞ്ഞു. ക്യാമ്പിൽ പോകുന്നൊരു ഡോക്ടറാകുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഈ ചികിത്സാ രംഗത്ത് ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾ പ്രഭാഷണങ്ങളൊക്കെ നടത്താറുണ്ടോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ. അപ്പോൾ അവരതിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ്, നിങ്ങൾ 100% കിട്ടുന്ന ആളാണോ, അതോ 50% പാസ്സായത്? ഇപ്പോൾ ഇതെല്ലാം കിട്ടുമ്പം റോബർട്ടിന് പിടികിട്ടി, ഇയാൾ ഈസ് എ ഫിറ്റ് ഫോർ എ മെഡിക്കൽ പ്രൊഫഷൻ ആൻഡ് ഇദ്ദേഹത്തിന് ആതുര ശുശ്രൂഷ രംഗത്തേക്കുള്ള വഴിയിലേക്ക് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറയും. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ആ ജനറ്റിക് ചോദിക്കും, അച്ഛനും അമ്മയുടെ ക്വസ്റ്റ്യൻ ആദ്യം ചോദിക്കും, വാട്ട് ഈസ് യുവർ ഫാദർ. അച്ഛൻ ഇതാണെന്ന് പറയും, ഒരു മാനുവൽ ലേബറാണെന്ന് പറയുമ്പോഴേ അവർ അവോയ്ഡ് ചെയ്യത്തില്ല. ആ ഡോവറിൽ പയ്യന് ഇതുപോലെയുള്ള ടാലൻ്റ് ഉണ്ടോ എന്ന് നോക്കും. ആ ടാലൻ്റ് അതിന് ക്രെഡിറ്റ് ഈ മാർക്കുകളെല്ലാം കൂടെ കൊടുത്തിട്ടാണ് അവൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സോ ഇതിനെല്ലാം സ്കോർ ചെയ്യും. ആ സ്കോറിങ്ങിൽ ഡോക്ടർ പ്രൊഫഷന് വരണമെങ്കിൽ അതിനൊരു സ്കോർ വരണം. ഇത് കാനഡയിലുണ്ട്, എനിക്കറിയാം. കാനഡയിൽ അവരെല്ലാ ആക്ടിവിറ്റിയും ടെസ്റ്റ് ചെയ്യും. സ്പോർട്സ് ആക്ടിവിറ്റി, സ്കൂളിലുള്ള സ്കോളസ്റ്റിക് പെർഫോമൻസ്, അവരുടെ മറ്റേ ഹെൽത്ത് കെയർ ആക്ടിവിറ്റിയിൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ടോ, പിന്നെ അദ്ദേഹത്തിന് ഫാമിലിയിൽ അച്ഛനും അമ്മയും വളരെ ഹൈ ലെവലിലാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു മാർക്ക് കൊടുത്തിട്ട് അവരെ സെലക്ട്, യു ഗോ ഫോർ ആർട്ടിഫിഷ്യൽ ദിസ് ഓൺ മെഡിക്കൽ ഫീൽഡ് ആൻഡ് യു വിൽ ഷൈൻ എന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ സെലക്ട് ചെയ്യും. ചിലർ പറയുന്നത് സാമ്പത്തികം വെച്ചിട്ടാണ്, അച്ഛന് കാശുണ്ട് അതുകൊണ്ട് എനിക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വേണം, അത് നടക്കില്ല. അതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ സാഹചര്യമാണ്. പക്ഷേ ശാസ്ത്ര സാങ്കേതിക വികസനത്തിനോടൊപ്പം മനുഷ്യർ കൂടുതൽ എത്തിക്സ് ഉള്ളവരായിട്ടും കൂടി മാറേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ റോബോട്ടിക്സിനെയൊന്നും തെറ്റായിട്ടുള്ള വിവരണങ്ങൾ കൊടുക്കാൻ പറ്റില്ല. എങ്കിലും അതിന് ഇനി ട്രെയിനിങ് കൊടുക്കുന്ന സംവിധാനങ്ങൾ വന്നുകൂടായില്ല. നമ്മളെ രാജ്യത്തെ പോലെയുള്ളയോ അല്ലെങ്കിൽ ചില ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ പോലെയൊക്കെ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും എല്ലാവരും വളരെ ധാർമ്മികത ഉള്ളവരായി വരുമ്പോൾ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയും കൂടി നമ്മുടെ ജീവിതം കൂടുതൽ 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 മനോഹരമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എഞ്ചിനീയർ മനു, അപ്പോൾ അങ്ങ് USA പര്യടനം നടത്തി. ഇപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ AI പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ അങ്ങേക്ക് ഈ ഫീൽഡിലുള്ള എല്ലാ ഡെവലപ്മെൻറ്റും അറിയാൻ കഴിയും. ഞങ്ങളെക്കാളും ഒക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. ഞങ്ങൾ കോമൺ മാനാണ്, ഞങ്ങൾ അതിലൊന്നും ഇടപെടുന്നില്ല. അപ്പോൾ ഈ കറണ്ട് സെനാരിയോയിൽ ഇപ്പോൾ AIക്കുള്ള ഒരു ഡെവലപ്മെൻറ്റ് കേരളത്തിലും ആകമാനം ഇന്ത്യയിലും
അതെങ്ങനെയാണെന്നൊന്ന് ചെറുതായിട്ട് വിശദീകരിക്കാമോ? ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലുള്ള സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ഈവൻ അത്രയ്ക്ക് ഡെവലപ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് എത്തിക് പ്രോബ്ലംസ്. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് ഏതൊരു ടെക്നോളജി അല്ല ഏത് ടെക്നോളജി ആണെങ്കിലും അത് ആക്ച്വലി പബ്ലിക്കിൽ വരുമ്പോഴാണ് അതിനൊരു അക്സെപ്റ്റൻസ് വരുമ്പോഴാണ് അത് ആക്ച്വലി നമ്മൾക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് എ സക്സസ് എന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ അത് ജസ്റ്റ് വിൽ റിമെയിൻ ഇൻ റിസർച്ച് ലാബ്സ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ അധികം ആർക്കും അറിയത്തില്ല ആക്ച്വലി ഇവിടെ ഒരു പ്രഡിക്ഷനും അനാലിസിസും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 10-20 കൊല്ലമായിട്ട് ഇവിടെ പലവരും ചെയ്യുന്നുണ്ട് പല കാര്യത്തിൽ. പക്ഷേ അതൊന്നും മെഷീൻ ലേണിംഗ് ആയിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം 2012 ഞാൻ പറഞ്ഞ പോലെ പേപ്പറും ഒക്കെ വന്നങ്ങനെ ഇതൊക്കെ ആയപ്പോഴാണ് വന്നത്, ഡീപ്പ് ലേണിംഗ് ഒക്കെ വന്നപ്പോഴാണ്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് ആക്ച്വലി മെഷീൻ ലേണിംഗ് ആക്ച്വലി ദർ ഇസ് എ ബുക്ക് ആൾവേസ് എവരി വിൽ റിവേഴ്സ് ദാറ്റ് ബുക്ക്. ടോം മിഷൽ എന്ന് പറഞ്ഞ് CMUവിലെ ഒരു പ്രൊഫസറിൻ്റെ ബുക്കാണ്. അപ്പോൾ അതിൽ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന മിക്ക ആളുകളെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലേറ്റ് 80s ആക്ച്വലി ദേ വെയർ ഇൻ ടു ഓട്ടോമോട്ടീവ്, ദിസ് ഓട്ടോണമസ് ഡ്രൈവിങ്. അതിനകത്തിരുന്ന് കാറിൽ ശരിക്കും അവിടെ പിറ്റ്സ്ബർഗിൽ ആ വണ്ടി ആക്ച്വലി ഓടിയിട്ടുണ്ട്, അതിനകത്ത് ഇവർ നോക്കിയിട്ടുണ്ട്. അപ്പം യു ഷുഡ് തിങ്ക് ഇറ്റ്സ് 89-88 ആ സമയമാണ്. പക്ഷേ ആ ഒരു കാര്യത്തിനെ പറ്റി നമ്മളാരും തന്നെ സ്കൂളിലോ കോളേജിലോ ആരും കേട്ടിട്ട് പോലുമില്ല, ഒരു ഭൂരിഭാഗം ആളുകളും അറിഞ്ഞിട്ടില്ല. എക്സെപ്റ്റ് സംബഡി ഹു ഈസ് ഡൂയിങ് റിസർച്ച് അവർ ചിലപ്പം മനസ്സിലാക്കുന്നതാണ്. അപ്പം ഇറ്റ് ടുക്ക് ആൾമോസ്റ്റ് 20 years, 20 years അല്ല 20 years +20+ years ആയി ശരിക്കും അത് വെന്യൂവിലോട്ട് വരാൻ, ആളുകളെ ഫ്രണ്ടിലേക്ക് ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ വരാൻ വേണ്ടി അത്രയും ടൈം എടുത്തു. അപ്പോൾ അത് അന്നേ ആക്ച്വലി ഒരു പാർഷ്യൽ അല്ലെങ്കിൽ ഒരു ചെറിയ പെർസെൻറ്റേജ് സക്സസ് എന്ന് പറയാം. അപ്പോൾ ഒരു കാര്യം നടന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദർ ആർ ലോട്ട് ഓഫ് റെവല്യൂഷണറി റിസർച്ച് ഗോയിങ് ഓൺ. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഈവൻ IIT മദ്രാസ് ഈസ് ഡെവലപ്പിംഗ് ഐ ഡോണ്ട് നോ ഇഫ് യു നോ സം എന്താ പറയുക ഒരു ഈ പ്ലെയിൻ അല്ല ആക്ച്വലി ഒരു സ്മോൾ എയർക്രാഫ്റ്റ് പോലത്തെ സെറ്റപ്പ് ഉണ്ട് ഓട്ടോണമസ് സ്റ്റൈലിലുള്ള. അപ്പോൾ അത് ഇപ്പോൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്, ഇപ്പോൾ ന്യൂസൊക്കെ വന്നു. അപ്പോൾ അതുപോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല റിസർച്ചും പോകുന്നുണ്ട് പലയിടത്തും. അത് ജസ്റ്റ് ഈ നമ്മൾ ഈ പറയുന്ന പോലെ ഓട്ടോണമസ് സൈഡിൽ മാത്രമല്ല, റോബോട്ടിക് സൈഡിലും അല്ല. ഈവൻ ഇൻട്രസ്റ്റിംഗ് പാർട്ടെന്ന് പറയുന്നത് ദേ ആർ നൗ ഡൂയിങ് എ ലോട്ട് ഓഫ് റിസർച്ച് ഓൺ കോൺഷ്യസ്നെസ്. കാരണം ഇതിൽ AI എത്രയൊക്കെ ഡെവലപ്പ് ആയാലും ഒരിക്കലും AI ഫുള്ളാവാത്തതിൻ്റെ മെയിൻ കാര്യം ഇറ്റ് ഈസ് വെരി ഫാർ ഫ്രം ഹ്യൂമൻ. സാറ് പറഞ്ഞ പോലെ അതിന് ഇറ്റ്സ് നോട്ട് സെൻറ്റിമെൻ്റൽ. ഇപ്പം ഒരു AI നമ്മളൊരു ഗാർഡായിട്ട് നിർത്തി ഇറ്റ് ഡസൻ കെയർ ഇഫ് ഇറ്റ് ഈസ് CEO ഓർ ഈവൻ ദ MD ഓർ ചെയർപേഴ്സൺ. ഇഫ് ഹി വയലേറ്റ് സംതിങ് വിച്ച് ഈസ് ടോട്ട് ടു ഇറ്റ് വിൽ ടേക്ക് ആക്ഷൻ. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ദർ ഹാസ് ബീൻ ലോട്ട് ഓഫ് ഇൻസിഡൻസ്. ഇൻഡസ്ട്രിയിലെ ആളുകളെ ഇവൻ AI ആക്രമിച്ച കേസുകൾ വരെ ഉണ്ട് പലയിടത്ത്. ഞാൻ പറഞ്ഞ അതിന് നമ്മൾ പറയുന്ന പോലെ അതിന് ഇറ്റ് ഈസ് എ ബോർഡർ ലൈൻ. നമ്മളിപ്പോൾ പറയുന്ന പോലെ ഇറ്റ് സ്റ്റിൽ നോട്ട് ഇൻ എ പൊസിഷൻ ടു ആക്ച്വലി ടേക്ക് ഓവർ ദി ജോബ് എന്നാണ് പറയുന്നത്. അപ്പം പലയിടത്തും സ്റ്റിൽ ദേ ഹാവ് ടു ബി അഡ്വൈസ്ഡ്. എപ്പോഴും അതിനൊരു അഡ്വൈസറി ആൾ വേണം. അപ്പോൾ ആ അഡ്വൈസറി ആളിന് എത്ര പവർ കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായിട്ടിരിക്കുന്നത് പലയിടത്തും. ഇപ്പം ഇവിടെ തന്നെ എല്ലാ ടെക്നോളജിയും ഉണ്ട്. ഇന്ത്യയിൽ പിന്നെ പണ്ട് തൊട്ടേ വി ആർ ആൾവേസ് അബ്സോർബിങ് ടെക്നോളജി. ഹിസ്റ്റോറിക്കലി വി ഹാവ് ദ ഹാബിറ്റ് ഓഫ് അബ്സോർബിങ് ടെക്നോളജി. പിന്നെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഒരു മടിയുമില്ല. കാരണം നമ്മളിന്ന് ഒരുപാട് പലയിടത്തും പോയിട്ടുണ്ട്, നമുക്കറിയാം. ഇപ്പം പലതും പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം. അപ്പം വി ആർ ആൾവേസ് എ കോൺട്രിബ്യൂട്ടർ ആസ് വെൽ ആസ് വി ആർ എ ഹാപ്പി റിസീവർ. നമ്മൾ ആരുടെ നോ പറയാറില്ല. എന്ത് ടെക്നോളജി ഉണ്ടെങ്കിൽ വി ആർ ഹാപ്പിലി റിസീവ്. സോ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ കൂടുതൽ ഗ്രോത്തിന് ചാൻസ് കൂടുതലാണ് ഇത്തരം ടെക്നോളജീസ്. കാരണം ആരും അതിനെ ഹാൾട്ട് ചെയ്യാൻ നോക്കൂല. പല സ്ഥലങ്ങളിലും ആളുകൾ അതിനെ ഹാൾട്ട് ചെയ്യും പല കാരണങ്ങളും പറഞ്ഞ്. ഇന്ത്യയിൽ അത്തരം ആകെ വരുന്ന ഹാൾട്ടിങ് എന്ന് പറയുന്നത് പബ്ലിക് എന്തെങ്കിലും പ്രോബ്ലം വരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ദേ ആർ ആൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ റിസർച്ച്. ഈവൻ ഇവിടെ വരുന്ന ഒരു ബേസിക് ഇന്ത്യൻസിനെ വരുന്ന നമ്മളൊരു അപ്ബ്രിങ്ങിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ബിൽഡിങ് രീതിയിലാണ് നമ്മൾ വരുന്നത് പലപ്പോഴും. എല്ലാത്തിനും ഹൗ ക്വസ്റ്റ്യൻ ചെയ്യുക. പണ്ട് കോൺഫ്യൂഷ്യസ് ചോദിച്ച പോലെ വൈ വാട്ട് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ കൊച്ചിലേ കിടക്കുന്നത്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. നോബഡി ഈസ് ടെല്ലിങ് നോ, ചോദിക്കരുതെന്ന് വീട്ടുകാരും പറയുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഐ എം വെരി കോൺഫിഡൻറ്റ് ആൻഡ് ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് AI ഇൻ ഇന്ത്യ. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിളാണ് IIT മദ്രാസിൻ്റെ. ദർ ഈസ് എ ലോട്ട് ഓഫ് ടോപ്പ് റിസർച്ച് ഗോയിങ് ഓൺ. NLPയിൽ തന്നെ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂട്ട് പേരെടുത്ത് പറയാനൊന്നുമില്ല, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നുണ്ട്. IITs മാത്രമല്ല, IIITs ഉണ്ട് ഒരുപാട്. അപ്പം IITs എല്ലായിടത്തും ഇതിൻ്റെ ലീഡിങ് റിസർച്ചുകൾ നടക്കുന്നുണ്ട് NLPയിലൊക്കെ.
ഫോർ എക്സാമ്പിൾ സാർ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കും. എൻ്റെ യൂബറിൽ ആക്ച്വലി ഹാവ് എൻ ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ഇൻ US. അപ്പം അവിടെ ഞാൻ എൻ്റെ ഫ്രണ്ടിലുള്ള ഡ്രൈവർ ആക്ച്വലി ഞാൻ സംസാരിക്കുന്നത് എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല പുള്ളി ആക്ച്വലി സംതിങ് എൽസ് ഈസ് റെസ്പോണ്ടിങ്. അപ്പോഴാണ് എനിക്ക് ഞാൻ പുള്ളിയുടെ അടുത്ത് ശ്രദ്ധിച്ചപ്പോഴത്തേക്കും ഹീ ഈസ് ഹാവിങ് എ ട്രാൻസ്ലേറ്റർ. ഈ ഡസൻ ബിലോങ് ടു US. ആക്ച്വലി അയാൾ ഒരു ഇമിഗ്രൻ്റ് ആണ്. അപ്പോൾ അയാൾ സംസാരിക്കുന്ന ഭാഷ ശരിക്കും ക്യൂബനോ എന്തോ സംതിങ് ആണ്. സോ ഈ ഡസൻ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് വാട്ട് ഐ എം ടോക്കിംഗ്. അപ്പം ഹീസ് ട്രാൻസ്ലേറ്റിംഗ് ദാറ്റ് ആൻഡ് ദെൻ ഹീസ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഐ എം ടെല്ലിങ്. സോ അങ്ങനെ ഒരു അത്ര അഡ്വാൻസ് സ്റ്റേജിലാണ് നിൽക്കുന്നത് പലതും. അപ്പം അതുപോലെ തന്നെ പല ഫീൽഡിൽ അപ്പം ഇതിപ്പം സാറ് പറഞ്ഞ പോലെ പല ഫീൽഡുകൾ ഇതിപ്പോൾ ആരോ പറയുന്ന പോലെ എല്ലാ ഫീൽഡുകളും ഉണ്ട്. ദേ ആർ അഡ്വാൻസിങ് ഇൻ ദെയർ ഓൺ ഫേസ് ബട്ട് ദേ ഡോണ്ട് നോ ഈച്ച് അതർ എന്നുള്ള ഇതാണ്. എല്ലാം ദേ ആർ ഇൻ ക്ലോസ്ഡ് റൂംസ്. ജസ്റ്റ് ഇൻ ക്ലോസ് റൂംസ് ദേ ആർ അഡ്വാൻസിങ് ബട്ട് ദേ ആർ നോട്ട് നോയിങ് ഈച്ച് അതർ. അപ്പം വൺ ക്യാൻ ആക്ച്വലി കോൺട്രിബ്യൂട്ട് ടു അതർ. അപ്പം അത് കുറച്ചും കൂടെ ട്രാൻസ്പാരൻ്റ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലോട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് വിൽ ഹാപ്പൻ വെരി സൂൺ. ബിക്കോസ് ഇതിൽ പല ആളുകൾക്കും ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഫിസിക്സ് ഗ്രാജുവേറ്റ് ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് എ ലോട്ട് ടു AI, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ബിക്കോസ് ദ വെരി ബേസ് ഓഫ് ദിസ് കോൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എവറിത്തിങ് ഈസ് mathematics and physics, because it is governed by physics laws. ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒക്കെ വരുന്നതിൻ്റെ കാര്യമാണ്. ക്വാണ്ടം മെഷീൻ ലേണിംഗ് വരുന്നുണ്ട്. ബിക്കോസ് ദ ബേസിക്സ് ഇസ് ആക്ച്വലി എനർജി കൺട്രോൾഡ്. അതിൽ നിന്നൊക്കെ ആ ലോസിൽ നിന്നാണ് പലതും വരുന്നത് ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ ഡെപ്തായിട്ട് പല ഇതിലും ഡിസ്കഷൻ വരുന്ന കാരണം, പല ടോപ്പ് കോൺഫറൻസിലും ഒക്കെ വരുന്ന കാരണം നൗ ദേ ഹാവ് റിയലൈസ് ദാറ്റ് വി ആർ ബാക്ക് ടു ദ റൂട്ട്സ്. അവിടെ പല കാൽക്കുലേഴ്സും അങ്ങനെ പലതും മറന്നു വന്ന ആളുകൾ കളയുന്ന കൊച്ചു ക്ലാസ്സിലെ കാര്യങ്ങളാണ് ആക്ച്വലി ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത്. അപ്പം അതിൽ മെയിനായിട്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് അതിലാണ് വരുത്തേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ദേ ഷുഡ് ലേൺ ടു ലിങ്ക് വാട്ട് എവർ ദേ സീ ടു ലോ, ലൈക്ക് വാട്ട് എവർ എന്തെങ്കിലും നമ്മുടെ എന്താ പറയുന്നത്, ദേ ഷുഡ് ബി ഏബിൾ ടു ക്വാണ്ടിഫൈ വാട്ട് എവർ ദേ ആർ സീയിങ് ഇൻ ദ വേൾഡ് അറൗണ്ട് ദം. അതാണ് ഫസ്റ്റ് ഇതെന്ന് പറയുന്നത്. ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ട എന്ത് കണ്ടാലും അതിന് എങ്ങനെയാണ് നിനക്ക് അത് നിൻ്റെതായ ഭാഷയിൽ അല്ലെങ്കിൽ നിൻ്റെ രീതിയിൽ കാണാൻ പറ്റുക, ഒബ്സർവ് ചെയ്യുക, ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുക, റിസർച്ച് ചെയ്യുക. അത് വളരെ കൊച്ചു പ്രായത്തിൽ അതാണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ വേറെ പ്രത്യേകിച്ച് ലാംഗ്വേജ് അതൊന്നും എനിക്ക് താല്പര്യമില്ല ആദ്യമേ കൊടുക്കുന്നതിൽ. അതൊരു പ്രായമാകുമ്പോൾ അവരെ ഇൻട്രസ്റ്റ് വരും. അപ്പം അവർക്ക് മെയിനായിട്ട് ദേ ഷുഡ് ബിൽഡ് ദ ക്യൂരിയോസിറ്റി ആൻഡ് ഹാബിറ്റ് ഓഫ് ക്വസ്റ്റ്യനിങ് ആൻഡ് ലേണിംഗ്. നോട്ട് ജസ്റ്റ് ക്വസ്റ്റ്യനിങ് ബട്ട് ദേ ഷുഡ് ഓൾസോ ഒബ്സർവ്, ലേൺ and try to apply whatever they are learning in their own way and connect things. Main thing is connect things, like ഒരു ലൈറ്റ് കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ബിഹൈൻഡ് ഇറ്റ് എന്നുള്ളത് ചോദിക്കാൻ അറിയണം. യെസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ ആൾറെഡി വളരെ വിശദമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞു. പിന്നെ എയും കൂടി നമ്മുടെ ചികിത്സാ രംഗത്തേക്ക് വരുമ്പോൾ അത് ആൾക്കാരിൽ തന്നെ ഒരു കൗതുകമുണർത്തുന്ന ഒരു സംഭവമായിട്ട് മാറും. അപ്പോൾ അവർക്ക് ഈ ഹോസ്പിറ്റലുകളിൽ പോകുന്നതിനുള്ളൊരു ഭയം അവർക്ക് മാറും. കാരണം അവിടെ കുറച്ചുകൂടി കൃത്യത വന്നതായിട്ട് ആൾക്കാർക്കൊരു തോന്നലുണ്ടാകും. അപ്പോൾ അവർ ഏർലി തന്നെ അവരുടെ പ്രശ്നങ്ങൾ അവർ നോക്കാനും ഒക്കെ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും. കാര്യം ഇപ്പം നമുക്ക് ഒരു ഈ പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആൻഡ് പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെർസറി പ്രിവെൻഷൻ, മൂന്നല്ല 4 തരം ചികിത്സാ സമ്പ്രദായം ഇന്നല്ല പണ്ട് മുതൽക്കേ ഉണ്ട്. ഈ ആയുർവേദ വിധി പ്രകാരം പ്രൈമോഡിയൽ പ്രിവെൻഷൻ അന്നും ഉണ്ട്. അന്ന് പ്രാചീനമായ രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അന്നത്തെ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്താണെന്ന് അവർക്കറിയാം. ഇപ്പോൾ നമുക്ക് ആളുകൾക്ക് അതിനെപ്പറ്റി വലിയ ഒരു ധാരണയില്ല. എന്താണ് പ്രൈമോഡിയൽ, എന്താണ് പ്രൈമറി, ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അത് റോബോട്ടിക്സിന് ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രചാരം കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം അദ്ദേഹം ആദ്യം തുടങ്ങുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്കാണ്. എന്താണ് നിങ്ങളുടെ ദിനചര്യ, നിങ്ങൾ എത്ര മണിക്ക് എഴുതി, എന്ത് രീതിയിലുള്ള ആഹാരം കഴിക്കും, എന്ത് ഫ്ലൂയിഡ് ഡയറ്റാണോ അതോ ഹാർഡ് ഫുഡാണോ, വെജിറ്റേറിയൻ ആണോ നോൺ വെജ് ആണോ, ഇതെല്ലാം ചോദിച്ച് നിങ്ങളുടെ ബയോളജിക്കൽ ആസ്പെക്റ്റ് അങ്ങ് പഠിക്കും. ബയോളജിക്കൽ ആസ്പെക്റ്റ് പഠിച്ചിട്ട് പിന്നെ അടുത്ത അദ്ദേഹം പോകാൻ പോണത് നമ്മുടെ രോഗനിർണയത്തിലേക്കാണ്. അപ്പം അതിൽ ഈ ജനറ്റിക് ആസ്പെക്റ്റിലേക്കാണ്. അത് ഒന്നുകൊണ്ട് ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. രോഗനിർണയത്തിന് ജനറ്റിക് ആസ്പെക്റ്റ് വേണം. ജീൻസ്, ആ ജീൻസിൻ്റെ സ്ട്രക്ചർ, അതാണ് ജിനോം ലാബിൽ കയറും. ലാബിൽ കയറിയിട്ട് നിങ്ങളുടെ ഏത് ജീൻ ക്ലാസിഫൈ ചെയ്തെന്ന് അത് കണ്ടുപിടിച്ചെടുക്കും.
ഒക്കെ സെക്കൻഡ്സ് കൊണ്ടാണ് നടക്കുന്നത്. ആ ജീൻ കിട്ടിക്കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീൻ കാറ്റഗറി നടന്ന ഒരു ഡയബറ്റിക് വരാനുള്ള ഒരു ജീനാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഫാമിലിയിൽ അച്ഛന് ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഉടനെ ഡയബറ്റിക് ജീനിഞ്ഞ് വരും. ആ ജീൻ ഡിഫക്റ്റീവ് ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി മറ്റേ മെഷീൻ ലേണിങ്ങിൻ്റെ ഡീപ്പ് ലേണിൻ്റെ സഹായത്തോടെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തിൽ ഡയബറ്റീസിൻ്റെ ആ ഡിഫക്റ്റീവ് ജീനെ മാറ്റി റീപ്ലേസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ പുറത്തിറങ്ങുന്നത്. ജീൻ എഡിറ്റിംഗ് ആൻഡ് ജീൻ റീപ്ലേസിങ്, ജീൻ കറക്ഷൻ എല്ലാം നടത്തുന്ന സംവിധാനം വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെയധികം റോളുണ്ടെന്ന്. ജീൻ സാധാരണ ഇവിടെ ആരും ഇപ്പോൾ ഏതാണ്ട് ഒരു 6 മാസമായിട്ട് പല ആശുപത്രികളിൽ ജനറ്റിക് ലാബുകൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം SKയിൽ തുടങ്ങിയിട്ടുണ്ട്. ജീൻ ലാബ് അവർക്ക് മനസ്സിലായി ജീൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിധത്തിൽ രോഗം നിർണ്ണയം ഒരു പ്രിസിഷൻ മെഡിസിനിലേക്ക് പോകും. പ്രിസിഷൻ എന്നതിൻ്റെ പേര് പ്രിസിഷൻ ആൻഡ് ഇൻഡിവിജ്വലൈസ്ഡ് മെഡിസിൻ. ഒരാൾക്ക് കൊടുക്കുന്ന മെഡിസിൻ അല്ല വേറൊരാൾക്ക് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ പണ്ടെല്ലാവരും ചോദിക്കും ജയപാൽ ഡോക്ടർ കഴിക്കുന്ന മരുന്ന് എന്താണ്? നിക്കാഡിയ. അവൻ നിക്കാഡിയ വേറൊരാൾ വച്ച് കഴിക്കാറുണ്ട്. അതൊരിക്കലും ശരിയാവില്ല. അവരുടെ ബോഡി സ്ട്രക്ചറും ഒരു ഡോക്ടറിന് ചെയ്ത വലിയ ബിഷോഗരനാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത് അത് കൊടുക്കണമെന്നുള്ളത്. ഇപ്പോൾ എല്ലാ ബിഷോഗർമാരും ഒരേ രീതിയിലല്ല ചിന്തിക്കുന്നത്. ചിലർക്ക് ഓർത്തോ അറിയാം, ചിലർക്ക് സ്കിൻ അറിയാം, ചിലർക്ക് ഹാർട്ടിനെ പറ്റി അറിയാം, ചിലർക്ക് ജനറൽ മെഡിസിൻ അറിയാം, ചിലർക്ക് ഈ ഒരു സോഷ്യൽ പ്രിവെൻറ്റീവ് മെഡിസിൻ അറിയാം. ഇതെല്ലാവരും കൂടെ വരുമ്പം ഒരു കാഷ്വാലിറ്റി ഇരിക്കുന്ന ഡോക്ടർ ഇതൊന്നും അറിയണമെന്നില്ല. അപ്പം അദ്ദേഹത്തിന് ഒരു സഹായിക്കാനായിട്ട് ഒരു സഹായിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്. അദ്ദേഹത്തിൻ്റെ ഡേറ്റ ഫ്രണ്ട് ഇരിക്കുന്നു. അത് ഞാനൊരു എൻ്റെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറുമായിട്ടിരുന്ന് സംസാരിക്കുന്നു. എന്താണെന്നുള്ളത് ചോദിക്കുമ്പോൾ ഡോക്ടർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു എൻ്റെ രോഗിക്ക് ഇന്ന പ്രോബ്ലങ്ങളുണ്ട്, അയാളെ ജനറ്റിക് ഡേറ്റ ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരുന്ന ജീൻ ലൈബ്രറി കയറി ആ ഡേറ്റ ഇട്ട് കൊടുക്കും. ഡോക്ടർ ഇല്ലാതൊന്നും നടക്കില്ല. അതല്ലാതെ റോബോട്ട് അങ്ങോട്ട് തീരുമാനിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൺലി ഡോക്ടർ ഈസ് ദ ഡിസൈഡിങ് ഫാക്ടർ. അദ്ദേഹം ജീൻ ഡേറ്റ കൊടുക്കുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പം ചോദിക്കുന്നു ആ ജീൻ ഡേറ്റ ഡിഫക്റ്റീവ് ആണ്, അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ മദറിൻ്റെ ഹിസ്റ്ററി അത് ഉടനെ നമ്മുടെ ജീൻ ലാബിൽ നിന്ന് കിട്ടും. അപ്പോൾ ഡേറ്റ അനാലിസിസ് ആണ് ഇനി വരാൻ പോണ വിപ്ലവം. എവിടെ പോയാലും ഞാൻ എൻ്റെ ഹൃദയാലയയിൽ ഡേറ്റ പല ഡോക്ടർമാരും ഡേറ്റ വെക്കാറില്ല. കാര്യം അത് എത്തിക്കൽ ഇഷ്യൂ കൊണ്ടല്ല, ഇൻകം ടാക്സ് ഇഷ്യൂ കൊണ്ടാണ്. 500 ഡേറ്റ ഉണ്ടെങ്കിൽ 500 പേഷ്യൻ്റെ കണ്ട തെളിവായിപ്പോയി. ഇനി അത് ആ ലോകത്തേക്ക് ഇനി പോകാൻ പറ്റത്തില്ല. കാര്യം ഒളിച്ച് പ്രാക്ടീസ് പല ഡോക്ടർമാരും, ഞാൻ ഡോക്ടർമാരെ കുറ്റം പറയല്ല, ഈ ഡേറ്റ എന്ന് കേൾക്കുമ്പോൾ ഭയക്കുന്നു. ഞാനൊരു ദിവസം ശ്രീനാരായണ മെഡിക്കൽ മിഷനിൽ ഒരു റോബോട്ടിക് അവർ ഞങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ല, ഇവിടെ നിന്നുള്ള ഡേറ്റ പബ്ലിക്കിന് കൊടുക്കുക, പബ്ലിക്കല്ല ഒരു പഠിത്തത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഡേറ്റ അതങ്ങ് മാറണം ചിന്താഗതി. ഡേറ്റ ഷുഡ് ബി കളക്റ്റഡ് ബൈ ഫോഴ്സ്ഫുള്ളി ഫ്രം ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദാറ്റ് ഷുഡ് ബി ഇൻ ദ സെർവർ. ഡിജിറ്റലിലുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഡേറ്റയിൽ കൊണ്ടുവരണം. ആ ഡേറ്റയെ കിട്ടിയെങ്കിൽ മാത്രമേ കറക്റ്റ് രോഗം നിർണ്ണയിക്കാനും ഏത് ടൈപ്പ് രോഗങ്ങളാണ് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും സ്റ്റഡി ചെയ്യാനും അവിടെ റിസോഴ്സ് ഡൈവേർട്ട് ചെയ്യാനും പറ്റാനുള്ള ഒരു സംവിധാനമാണ് ആർട്ടിഫിഷ്യൽ റോബോട്ടിക്സ്. ഇതാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ എൻ്റെ ജോലി പോവും, ജയപാൽ ഡോക്ടർ കൂടുതൽ അങ്ങനെയൊന്നും വരാൻ പാടില്ല. ഇതിപ്പോൾ ബിസിനസ് ആവും. നൗ ദി ഓണർ ഓഫ് ദ ഡേറ്റ ഈസ് പേഷ്യൻ്റ് ഇറ്റ്സെൽഫ്. യഥാർത്ഥത്തിൽ ഡോക്ടർ പറയുന്നത് യാതൊരു ഇൻഫർമേഷനും ഏതൊരു അറിവും അത് നമ്മൾ പൊതുസമൂഹത്തിനായിട്ട് വെക്കണം. നിങ്ങൾ കുറച്ച് പൈസ സമ്പാദിച്ചു, നിങ്ങൾ ബാങ്കിൽ ഇട്ടോ, നിങ്ങൾ ഉപയോഗിച്ചോ, നിങ്ങളുടെ തലമുറയ്ക്ക് കൊടുത്തോ, അത് വേറെ കാര്യം. അതേസമയം ഇൻഫർമേഷൻസ്, നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടുത്തം, ഇതെല്ലാം തന്നെ പൊതുസമൂഹത്തിലേക്ക് വന്നാൽ മാത്രമേ നമ്മുടെ മനുഷ്യ സമൂഹവും മറ്റ് ജീവജാലങ്ങൾക്കും എല്ലാം ഉള്ള ഒരു നല്ല എൻവയോൺമെൻറ്റ് നമ്മുടെ ഭൂമിയിലുണ്ടായി നമുക്കൊരു നല്ല ഒരു സ്വർഗരാജ്യം ഇവിടെ തന്നെ പണിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഡോക്ടർ, അങ്ങയുടെ ഈ ഉദ്യമത്തിന് ഞങ്ങൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇതൊരു പൂർണ്ണ വിജയത്തിലേക്ക് എത്തി ഇത് ജനങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നിലയ്ക്ക് എത്താനായിട്ട് കഴിയട്ടെ. ഏറ്റവും പെട്ടെന്ന് കഴിയട്ടെ എന്നല്ല, എന്തെങ്കിലും കഴിഞ്ഞിട്ട് കാര്യമില്ല, അത് ഏറ്റവും പെട്ടെന്ന് തന്നെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച്.